ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ മോളുള്ള കുറച്ചൊരു ടൈം കേട്ടോ. അപ്പം മിനിമോടെ ഇന്ന് മിനിമോക്ക് വൈറ്റമിൻ എ കൊടുക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പം ഞാൻ മെയ്യും കൂടി ഡിസ്പെൻസറി പോയിട്ട് വൈറ്റമിൻ എ ഒക്കെ കൊടുത്തു. മെല്ലെ വീട്ടിലെത്തി. മിനിമോട് കുറച്ച് കളിച്ച്, പിന്നെ ഞാനവിടെ ഇരുന്നു മീൻ്റെ കൂടെ കുറച്ച് കളിക്കാനിരുന്നു. 3 വയസ്സ് കൊടുക്കുന്ന വൈറ്റമിൻ ഏട്ടാ കൊടുത്ത്. ഇനിയിപ്പോൾ 3.5 വയസ്സിലുള്ള വൈറ്റമിൻ. പിന്നെ നല്ല 2 ഭാഗത്ത് മുടിയൊക്കെ കെട്ടി സുന്ദരിയായിട്ടാണ് മീമ പോയത്. വീടിനടുത്ത് തന്നെ കേട്ടോ ഡിസ്പെൻസറി. അതുകൊണ്ട് കുറച്ച് പോകേണ്ടി മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ വെയിലൊന്നും ഇല്ലാത്ത ദിവസമായതുകൊണ്ട് ഇന്ന് സുഖമായിട്ട് പോയി വരാൻ പറ്റി. അങ്ങനെ വീട്ടിലേക്ക് എത്തി. മിനിമോള് ഒറ്റയ്ക്ക് കുറച്ച് ടൈം കളിച്ചോളൂ കേട്ടോ. ഒരു കാണാത്ത എന്തെങ്കിലും ടോയ്സ് ആയിട്ടും കിട്ടി കുറേ ടൈം കൊണ്ട് കളിച്ചോളൂ. പിന്നെ കുറച്ച് സമയത്തേക്ക് പിന്നെ നോക്കട്ടെ, നല്ലോണം കളിച്ചോളും. പിന്നെ ഇനിയിപ്പം രാവിലെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് പണിയെല്ലാം കുറവാണ്. അപ്പോൾ ഫുഡൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് വലിയ പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് വന്നിട്ട് വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടിലെത്തിയപ്പോൾ ഒരു 12:30 ടൈം ആയിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് ചോറൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ചോറ് വെന്തോ നോക്കി. അപ്പം മീമോള് നല്ല കളിയാണ്. അപ്പോൾ ഞാൻ കിച്ചണിൽ വന്ന് ചോറൊക്കെ നോക്കി. കുടിക്കാൻ തുള്ളി വെള്ളമില്ലേനും. അപ്പോൾ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് പാത്രം കഴുകിയൊക്കെ ഉണ്ടായിരുന്നു. പാത്രമെല്ലാം കഴുകി വെച്ച് കറിയൊക്കെ രാവിലെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പണി തീരില്ല. ഇനിയിപ്പോൾ മോൾക്ക് നല്ലോണം വെള്ളം കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു. അവിടെ തന്നെ അപ്പോൾ വന്നപ്പോൾ തുള്ളി വെള്ളം വിടില്ല. അപ്പോൾ തന്നെ വേഗം വെള്ളം വെച്ച് അങ്ങനെ കുറച്ച് പണിയിലുണ്ട് അടുക്കളയിൽ. അതൊക്കെ എടുത്ത് നീറ്റാക്കി വെച്ച് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മിനിമോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അമ്മേനെ വിളിച്ചുകൊണ്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ അടുത്തൊരാൾ എന്തായാലും അടുത്ത് വേണം. അടുത്ത് ആരുമില്ലേ ഒക്കെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് എപ്പോഴും അമ്മേനെ വിളിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അടുത്താരും ഇരുന്നോടുത്താൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, കുറേ ടൈമും കളിച്ചോളൂ. ആരും ഇല്ലാത്ത പ്രശ്നമില്ല. മീമി നോക്കില്ല, മോളടുത്തുണ്ടതാ പറയുന്നത്. അതിനെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ മുറിച്ച് വെക്കാനുണ്ട് കേട്ടോ. അപ്പം വെളുത്തുള്ളിയൊക്കെ തോലൊക്കെ ഇറന്ന് നന്നായിട്ട് കഴുകി ഫ്രിഡ്ജിൽ വെച്ച് അതൊക്കെ സെറ്റാക്കി വെച്ച് ഇനിയിപ്പോൾ അപ്പോഴത്തേക്കും ഒരു മണിക്ക് ഞാനിപ്പോൾ ഒരു മണിയായ സമയത്ത് നേന്ത്രപ്പഴം കൊടുക്കും കേട്ടോ. അപ്പോൾ അവിടെ പോയി വന്നുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പഴയിലൊക്കെ എടുത്ത് എനിക്ക് കൊടുക്കാൻ പോയതാണ്. കൊടുക്കുന്നതല്ല, പിന്നെ വെച്ചാൽ ഭയങ്കര പാടാണ്. എന്ത് കൊടുക്കുക, തിന്നില്ല. നമ്മൾ പിന്നാലെ നടന്ന് ഇങ്ങനെ കൊടുക്കണം. പഴമൊക്കെ കൊടുത്താൽ സ്പോട്ടിൽ തന്നെ വെള്ളം കൊടുക്കണം. വെള്ളം കൊടുത്തില്ലെങ്കിൽ അപ്പാട് ഓക്കാനിച്ച് ഛർദ്ദിച്ചാൽ പഴത്തിൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടമല്ല. കുറച്ച് പഴം പായലായി കൊടുത്താൽ സ്പോട്ടിൽ തന്നെ വെള്ളം കുടിച്ച് അപ്പടങ്ങ് ഇറക്കിക്കളി. ശരിക്കും വെച്ചാൽ ഭയങ്കര പേടി. എന്നുവെച്ചാൽ വലിയ പഴമൊക്കെ അപ്പടങ്ങ് ഇറക്കും തന്നെ തൊണ്ടയിൽ കുടുങ്ങുമ്പോൾ ഭയങ്കര പേടിയാണ്. പക്ഷേ അന്നേരം തന്നെ വെള്ളം കുടിച്ച് അന്നേരം ഇറക്കിക്കളി. അങ്ങനെ ചോറിൽ ഞാൻ ഉപ്പിടും കേട്ടോ. അതാ ഞാൻ ചോറിൽ ഉപ്പിടണം. ചിലർക്കാർ ഉപ്പൊന്നുണ്ട്. പക്ഷെ എനിക്ക് ചോറിൽ ഉപ്പിട്ടില്ലെങ്കിൽ എന്തോ ഒരു ചോറിൻ്റെ ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ ചോറ് ഏകദേശമൊക്കെ വെന്ത് അവിടെയൊക്കെ നീറ്റാക്കി വെക്കണം. നമുക്ക് എന്തെടുത്താലും അന്നേരം നീറ്റാക്കണം കേട്ടോ. സാധനമൊക്കെ നീറ്റാക്കി വെക്കണം. അപ്പോൾ തന്നെ ഞാൻ ഒരു പഴമൊക്കെ എടുത്ത് മോളെടുത്ത് പോയി മോൾ TV കാണണം കേട്ടോ. ഇങ്ങനെ കളിക്കുന്നേ അച്ഛനാ വരുന്ന അമ്മ വെള്ളം എടുക്കില്ലേ? വെള്ളം കുടി. പൂതന്നെ ഏത് വിട്ടാ നീ പൂ എടുത്തത്? നല്ല പൂവാണല്ലോ. എവിടെ ഇരിക്കുക? പൂവിന്റെ കളർ മഞ്ഞ.
പൊട്ടിപ്പോയാ എന്നാ വെക്കണ്ടേ കാട്ടുണ മീമോ വെക്കട്ടെ വേണ്ടേ കാട്ടുണ വേണ്ടേ ഏതാ വേണ്ടേ പറ സ്റ്റിക്കറിൻ്റെ വേണോ പറ ഏതാ വേണ്ടേ ഇതാ വേണ്ടേ പറ ഇതാണോ ഇതാ വേണ്ടേ ഇതാണോ ഇതാ എന്റെ മീൻ ഏത് ഇതാ ഇതാണോ ഇതാണോ ഇതല്ലേ ആ എന്നാ വെച്ചില്ല അല്ലാതെ എന്തിനാ. അങ്ങനെ ഞാൻ ചോറായപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ മൂക്ക് കൊടുത്തേട്ടാ. ഒരു 1:30 സ്റ്റാർട്ട് ചെയ്താൽ 3 മണിക്കെങ്കിലും ചോറ് കൊടുത്ത് കഴിയും. ചോറ് തന്നില്ല അമ്മ മുണ്ടൂല മീമിനോട്. പാട്ട് വെക്കണേ ചോറ് തന്നണം. ബാ 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 വാ. ചോറ് അമ്മ കരയെ ചോറ് തന്നില്ലേ മീമോ. ഇത് നല്ല മോളെ ഇതാ ഗുഡ് ഗേൾ. സാധാരണ ഞാൻ തിന്നു കഴിഞ്ഞാൽ മോൾക്ക് ചോറ് കൊടുക്കൽ. ഞാൻ പറഞ്ഞില്ലേ കുറേ ടൈം എടുക്കും തിന്നുകൊണ്ട്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആദ്യം തിന്നിട്ടാണ് മോൾക്ക് ചോറ് കൊടുക്കും. പിന്നെ ഒരു ചായ കുടിക്കുമ്പോൾ കുറച്ച് ലേറ്റായി. ഞാൻ മോളെ പോളിയം കൊടുത്ത് വന്നതിന് ശേഷം ചായ കുടിച്ചത്. അതുകൊണ്ട് വിശപ്പില്ലാത്തതുകൊണ്ട് മോൾക്ക് കൊടുത്ത് തിന്നാന്ന് വിചാരിച്ച്. ഇപ്പോൾ ഏകദേശം തിന്ന് കഴിയുമ്പോഴത്തേ 3 മണിയാവും കേട്ടോ. അത്രയും ടൈം എടുത്തിട്ട് മെല്ലെ തിന്നുള്ളൂ. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.